ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്ത് നിയോഗമാണുള്ളത്, എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു റോൾ എന്ന് പറയുന്നത് ചുമ്മാ വന്ന് തിരിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഒരു പക്ഷേ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ അത്രയും ഡീപ്പായിട്ട് പോകുന്ന ഒരു ബന്ധമായിരിക്കാം. ആ ഒരു സോൾ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പർപ്പസ് ഉണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നതിന് വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിലൊരു നിയോഗമുണ്ടെങ്കിൽ ആ ഒരു നിയോഗം പൂർത്തിയാവണം. എങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ആ ഒരു നിയോഗം പൂർത്തിയായില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും 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 നമ്മൾ റെക്കറിങ് ആയിട്ട് പിന്നെയും അതിനകത്തുള്ള കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ റിപ്പീറ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണോ അവിടെ സംഭവിക്കേണ്ടത് അതവിടെ വന്നിട്ടില്ല. അത് വരാതെ ആവുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ശ്രമം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു വേദനയായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതായത് എന്താണോ അവിടെ വരേണ്ടുന്ന ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് അതവിടെ കിട്ടുന്നിടത്തോളം കാലം നമ്മൾ അതിനകത്ത് സഫർ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിനകത്തുള്ള ഒരു വ്യക്തി വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സണും ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരാൾ ഒരുപാട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റേയാൾ ഒരു കണക്കിന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മുതലാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഇതിനോടകം തന്നെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഒരു സമയമായിരിക്കാം. നമ്മളുടെ എല്ലാവരുടെയും ടൈം അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കെപ്പോഴും അത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചിലവാക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനാണ് എല്ലാവർക്കും താല്പര്യം. വേസ്റ്റ് ഓഫ് ടൈം ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ഭൂരിഭാഗം സമയവും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കാം. നമ്മുടെ ലൈഫിൽ നമ്മളുടെ ആകെ കുറച്ച് വർഷങ്ങളെ നമ്മൾ ഈ ഒരു ഭൂമിയിലുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടൈം പോലും മാക്സിമം നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ സമയം മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒഴിവാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ മറ്റുള്ള ബന്ധങ്ങൾ ചിലപ്പോൾ ഒന്ന് പുറകിലേക്ക് ആക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഈ ഒരു പേഴ്സൻ്റെ താല്പര്യാർത്ഥം നിങ്ങൾ അവർക്ക് വേണ്ടി പലതും ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഏതൊക്കെയോ സാക്രിഫൈസസ് നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ മറന്ന് ഒരുപാട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്ന ഒരവസ്ഥ. അതേസമയം തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ കാര്യത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന, സ്വന്തം കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എക്സ് ഓർ വൈ ആരാണ് നമ്മളുടെ ചുറ്റിനുള്ളതെങ്കിലും എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, എനിക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കാൾ ചിലപ്പോൾ ഏജ് വൈസ് മൂത്ത ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇവരുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്മച്ചുർ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത് ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ ഇമ്മച്ചുർ ആവണം എന്നില്ല. മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അവരുടെ ഒരു ഏജിൻ്റെ പക്വത ചിലപ്പോൾ അവർ കാണിക്കുന്ന പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത, അല്ലെങ്കിൽ നമ്മൾ എന്താ കേട്ടാ ദഹിക്കാത്തതെന്നൊക്കെ പറയുന്ന പോലെയുള്ള തരം പിടിവാദങ്ങളും വാശികളൊക്കെ ചിലപ്പോൾ കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നിങ്ങൾ എന്താണോ, നിങ്ങളുടെ ആ ഒരു റിയൽ കോർ എന്താണോ, ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള നിങ്ങളുടെ ഒരു ആത്മാർത്ഥത എന്താണോ, ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഈ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്.
നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ഇത് ഈ ഒരു പേഴ്സണ് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ഉദ്ദേശം നടന്നിട്ടില്ല. നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഉള്ള ആ ഒരു ഇന്നർ മൈൻഡ് എന്താണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള ഒരു ഡെഡിക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയുമൊക്കെ ചെയ്തിട്ടും അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതവർക്ക് മനസ്സിലാവുന്നതായിട്ട് അവർ തന്നെ ഫീൽ ചെയ്ത് കാണിക്കുന്നുണ്ടാവില്ല. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്ന പോലെയുള്ള രീതിയിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ തന്നെ വിക്ടിം ആവുന്ന ആ ഒരു എനർജിയിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. ഇത് നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു സെയിങ് ഉണ്ട്, നനഞ്ഞടം കുഴിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ തന്നെയാണ് കൂടുതൽ ഒരു എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും മുൻകൈ എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ വ്യക്തിയുടെ എല്ലാ പോരായ്മകളും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്തത്. അതായത് ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പോസിറ്റീവ് സൈഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് ഒരിക്കലും പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിന്നിരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ ഒരു മെമ്മറീസ് ആയിരിക്കും കൂടുതലും നിങ്ങൾ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത്. കാരണം എപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാലും ആ നല്ല മെമ്മറീസ് നിങ്ങളുടെ മനസ്സിനകത്ത് കയറി വരും. അല്ലെങ്കിൽ വീണ്ടും അതൊരു പ്രതീക്ഷയായിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ കടന്നുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു തരത്തിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡിക്ഷൻ പോലെ ഇതിനകത്തേക്ക് തന്നെ വീണ്ടും വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ അഭിമുഖീകരിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഇടുത്തി വന്ന് വീഴുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഭീകരമായിട്ടുള്ള ഒരു ടവർ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ട്. അത് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പതിയെ റിക്കവറായിട്ട് വരുന്നവരായിരിക്കും. ചിലർ ഇപ്പോഴും അതിൻ്റെ ആ ഒരു സ്ട്രഗിളിൽ തന്നെ തുടർന്ന് പോകുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ സെൽഫ്ലെസ് ആയിട്ട് നിങ്ങളിപ്പോൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് സെൽഫ് ലവിലേക്ക് കടന്നു വരിക. അതായത് ഇവിടെ ഈ ഒരു കാര്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് മറ്റെന്തിനേക്കാളും കൂടുതൽ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, സ്വന്തം സ്വഭാവം പോലും ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് തിരിച്ചു വരിക. അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യേണ്ട ഒരു ആവശ്യകത വളരെ മസ്റ്റാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തും, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാതെ ഫുള്ളി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ഉരുകിയൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടാവേണ്ടുന്ന ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല അതുവഴി നിങ്ങൾ ഈ ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വേദനകൾ, നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു ടവർ സിറ്റുവേഷൻസ്, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്പിരിച്വലിയും നിങ്ങൾ എന്താണോ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഒരു പടി കൂടി ഉയരേണ്ടുന്ന ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ഇതിനകത്ത് ഒരുപാട് വിഷമത്തോടു കൂടിയും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് റിക്കവർ ആവാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നുള്ളൊരു ചിന്ത കൊണ്ട് തന്നെ തലപോച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ഇതിൽ നിന്നൊന്ന് പുറത്ത് കിടന്നിട്ടുണ്ടാവും. പുറത്ത് കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ മറന്നു പോവുക, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതല്ല. ഇത് മാത്രമല്ല, എനിക്ക് മറ്റൊരു നിയോഗം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി പുറത്തേക്ക് കിടക്കാനായിട്ട്, അല്ലെങ്കിൽ സ്വന്തം സെൽഫ് വാല്യൂ മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന പേഴ്സൺസും ഒരുപാടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ചില പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ചിലപ്പോൾ പല കാര്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു കരിയറിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പിലെ പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ വന്ന് കൂടുതൽ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് അവർ ആഗ്രഹിച്ച ആ ഒരു തൊഴിൽ എന്താണോ ചിലപ്പോൾ അതിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മാത്രമല്ല പല കാര്യങ്ങളും കൈവിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനേക്കാൾ ഉപരിയായിട്ട് മറ്റു പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ എന്താണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിനകത്തേക്ക് കൂടുതൽ ശ്രദ്ധിച്ച് അതിലൊരു മാറ്റം വരുത്തിയവരുണ്ടാവാം. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നാളുകളായിട്ട് പെൻഡിങ്ങിൽ ഇരുന്നിരുന്ന കുറേ കാര്യങ്ങൾ, എന്തെങ്കിലും പഠിക്കുന്ന ഒരു കാര്യമായിരിക്കാം, പുതിയതായിട്ട് എന്തെങ്കിലും ജോയിൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, എന്തെങ്കിലും നേടിയെടുക്കുന്ന ഒരു വിഷ് ലിസ്റ്റിൽ കടന്നിരുന്ന കാര്യങ്ങളായിരിക്കും, അതെല്ലാം അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതുപോലെയുള്ള ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല, ഇതിനകത്ത് തന്നെ സ്റ്റക്കായിരിക്കും എന്ന് ചിന്തിച്ചോടത്ത് നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് ആ ഒരു സെൽഫ് വാല്യൂ കണ്ടെത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു താങ്ങായിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് നിങ്ങൾ ഒരുപാട് ഒരു ഹെഡേക്ക് അല്ലെങ്കിൽ ഒരു ഭാരം ചുമന്ന് നടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കൊരു റിലീഫ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് ഭാരം ഷെയർ ചെയ്യാനായിട്ട് ഒരു വ്യക്തിയും കൂടി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നു, എനിക്കൊന്ന് സ്വസ്ഥമാവാം, അല്ലെങ്കിൽ എനിക്കും ഒരാളുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് ചിലപ്പോൾ നിങ്ങളെ മാറ്റാൻ സഹായിച്ചത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കോമഡി ആയിട്ട് പറയാറുണ്ട്, താങ്ങായിട്ട് വന്നവർ താങ്ങിയിട്ട് പോയി എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പോയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കത് ചിലപ്പോൾ ഒട്ടും ഡൈജസ്റ്റ് ആവാതെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ അത്രയും നിങ്ങളെ മനസ്സിലാക്കി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തി പഴയ ഒരു സ്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ പഴയ ഒരു സ്നേഹത്തോടു കൂടി നിങ്ങളോട് മിങ്കിൾ ചെയ്യാത്ത തരത്തിൽ മാറിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാക്കാനായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ പറഞ്ഞ വെല്ലുവിളികളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ അത് നേരിട്ടിട്ട് മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തടസ്സങ്ങളും അതുപോലെ തന്നെ ഈ ചലഞ്ചസും എല്ലാം നിങ്ങളുടെ ലൈഫിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഗ്രോത്തിനും സ്പിരിച്വൽ ഗ്രോത്തിനും വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ നിന്ന സ്റ്റെപ്പിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇതേ അനുഭവങ്ങൾ തന്നെ നമുക്ക് തിരിച്ചടികളായിട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് എന്താണ് ആ ഒരു പർപ്പസ്, അതവിടെ നടക്കുന്നില്ല. അത് നടക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും സെയിം കാര്യങ്ങൾ അല്ലെങ്കിൽ സെയിം പാറ്റേൺ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലും നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സത്വം എന്താണോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ ചേസ് ചെയ്ത് പോകേണ്ടത് യാതൊരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തുന്ന ഒരു സമയം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഒരു മരത്തിലേക്കാണ് ഒരു വള്ളി പടർന്നു കയറുക. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു പേഴ്സണെ ഒരു മരമായിട്ട് സങ്കല്പിച്ച് അതിലേക്ക് പടർന്നു കയറുന്ന വള്ളിയായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു എയിമും ഇല്ലാതെ ആയി പോകും. അതായത് ആ മരം എങ്ങോട്ടാണോ പോകുന്നത്, അതിൻ്റെ ശിഖരങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് തന്നെ നിങ്ങളും ഫ്ലോ ചെയ്യേണ്ടി വരും. അതേസമയം ഈ പറഞ്ഞ ഒരു മരമായിട്ട് മാറാൻ നിങ്ങളാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പുറകെ ചേസ് ചെയ്യേണ്ട കാര്യമില്ല, അവർ നിങ്ങളെ ചേസ് ചെയ്ത് വരും എന്നുള്ളതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ഭൂരിഭാഗം വ്യക്തികളും സ്പിരിച്വലി എല്ലാം നല്ല രീതിയിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതാനുഭവം തന്നെ മറ്റാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നോളജ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടാരോ റീഡിംഗ് ആയിക്കോട്ടെ, അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് താല്പര്യങ്ങൾ തോന്നിയിട്ടുണ്ടാവാം. അതായത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഹീലിംഗ് കൊടുക്കാനുള്ള ഒരു പവറിലേക്ക് വരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മാറാൻ സാധിച്ചേക്കാം. ചിലവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഓൾറെഡി തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഓരോരുത്തരുടെയും ഒരു ടൈം അല്ലെങ്കിൽ എനർജി അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചിലവർ ഇതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലായിരിക്കാം, ചിലവർ ഈ പറയുന്ന സ്റ്റേജ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞവരായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു നെഗറ്റീവ് വൈബിൽ ആകെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ചില വ്യക്തികൾ ഇപ്പോൾ നമ്മളോട് പറയാറുണ്ട്, ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അകന്നു പോകുന്നു, ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പുറകെ തന്നെ കണ്ണീരായിട്ടിരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ഒരു പേഴ്സണെ തിരിച്ചു വരുത്തുന്നു, വീണ്ടും റിപ്പീറ്റിംഗ് ദ സെയിം പാറ്റേൺ, ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. ലാസ്റ്റ് ഇവർക്ക് തന്നെ ആകെ ഫെഡപ്പായി പോകും, എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ, തള്ളിക്കളയാനും പറ്റുന്നില്ല, എന്നാൽ ഈ പറയുന്ന പോലെ കൂടെ ചേർത്ത് നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷ, ഒരു എക്സാം ആയിട്ട് നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് പാസ്സാവാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മളുടെയും കൂടി ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ യൂണിവേഴ്സ് തരുന്ന ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ ധൈര്യപൂർവ്വം വിജയിച്ച് മുന്നോട്ട് വരിക, നമ്മൾ യൂണിവേഴ്സിനെ തന്നെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിക്കേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പേഴ്സണുമായിട്ടൊരു റീയൂണിയന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട എന്നുള്ളതല്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാം, നമുക്ക് നമ്മളുടെ പേഴ്സണോട് എല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് ചെയ്യാം, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്യാം. പക്ഷേ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ നമ്മളുടെ കാര്യമായിരിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ സാധിക്കൂ എന്ന് പറയുന്നത് പോലെ ആ ഒരു നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിലനിന്ന് കഴിഞ്ഞാലല്ലേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിലേക്ക് വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ലൈഫിൽ എന്തൊക്കെയാണോ അംബീഷൻസ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ ഒരു ലക്ഷ്യം, അതിലേക്ക് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, റിലേഷൻഷിപ്പ് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പെടുന്നതിന് മുൻപ് ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തികളായിരിക്കും. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഫോക്കസ് ഉണ്ടാവും. ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ കരിയർ ആയിരിക്കാം. ചിലർ അവരുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കാം. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെന്റ് നേടണം എന്ന് ആഗ്രഹിച്ച ഒരു ഗോളിൽ പോകുന്ന ഒരു പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഇതിനകത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നതോടുകൂടി അവരുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളും എന്താണോ ഇതെല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ സാക്രിഫൈസ് ചെയ്ത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ തന്നെ പുറകെ പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ നിങ്ങൾ മാറ്റിവെച്ച് സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തിരിച്ചെടുക്കുക. നിങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ആ ചാരിയറ്റിൻ്റെ ഒരു എനർജി പോലെ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷേ ആ ഒരു വഴി നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പേഴ്സണ് നല്ലൊരു ജീവിതമാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മുന്നോട്ട് പോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെയുള്ള ചില കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില സാക്രിഫൈസസുകളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം, ചില ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ അതിൽ തോറ്റുകൊടുത്ത് അവിടെ തന്നെ ഡെസ്പായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്ത് വരട്ടെ എന്നുള്ളതാണ്. നിങ്ങൾ ഇനി അവരെ ചേസ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട, അവർ നിങ്ങളിലേക്ക് വരട്ടെ. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കിട്ടുക. അല്ലാത്തടത്തോളം പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ശാന്തി ശമനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോലും വീണ്ടും കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ചിലപ്പോൾ പോയിന്ന് വരാം. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിനകത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ഹാൻഡ്സിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ചില പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് തകർന്നിരിക്കാതെ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആഫ്റ്റർ ഓൾ എല്ലാം നമ്മളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക. ചില കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം തന്നെ നമ്മൾ റിലീസ് ചെയ്ത് കളയുക. നമ്മൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നെഗറ്റീവ് എനർജീസൊക്കെ ഒഴിവാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് കാവലായിട്ട് ഒരാളുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായി പോകും. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് അത്രയും ഒരു കോൺഫിഡൻസ് തരുന്നൊരു കാര്യം ലൈഫിൽ വേറെ ഇല്ല എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ്, നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫുൾഫിൽമെൻറ്റ് എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി ഇത്തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എൻട്രി പോലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില നേട്ടങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ പുറകിൽ ചില ത്യാഗങ്ങളും ഉണ്ടാവും. ആ ഒരു ത്യാഗമാണ് നമ്മളുടെ വിഷമവും സങ്കടവും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമ്മളത് തീർച്ചയായിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. യൂണിവേഴ്സ് എന്താണോ നമ്മുടെ ലൈഫിനെ കൊണ്ടൊരു പർപ്പസ് വിചാരിച്ചിരിക്കുന്നത് അത് നടത്താനായിട്ട് നമ്മളും കൂടി ശ്രമിക്കുക, സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. സോ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ പറഞ്ഞ പോലെ എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഏത് സ്റ്റേജിലാണ്, നിങ്ങളുടെ ആ ഒരു സെൽഫ് വാല്യൂ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയോ, അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിച്ചിട്ടില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിക്കോട്ടെ, സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.